അതിന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. അത് ആരാണ് പറഞ്ഞതെന്ന് അതിന് പറയണം. ഓക്കെ. ഏകാധിപതികൾ ഭരിക്കുന്ന സംഘടനകൾ, സംവിധാനങ്ങൾ പൊളിഞ്ഞുപോയ ചരിത്രം മാത്രമേ ഈ ലോകത്തുള്ളൂ. അങ്ങനെയുള്ള സംഘടനകളെല്ലാം നശിച്ചു പോകുമെന്ന് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകൾക്കോ അടുത്ത ദിവസങ്ങൾക്ക് മുൻപോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഇതുവരെ ജനങ്ങൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊന്നും പറ്റാത്തൊരു വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. ഉത്തരം കറക്റ്റാണ്. പറഞ്ഞിരിക്കുന്നത് NSSനെ പറ്റിയാണ്. NSSൽ സുകുമാരൻ നായർക്ക് ഭയങ്കര ഏകാധിപത്യമാണ്. ഏകാധിപതികളായിരിക്കുന്ന ഒരു സംഘടനകളും നശിക്കാതിരുന്നിട്ടില്ല എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പാർട്ടിയെ നശിച്ച് കുഴി തോണ്ടി അതിൽ കിടത്തി ഉറക്കിയ നമ്മുടെ മുൻ മന്ത്രിയായിരിക്കുന്ന KB ഗണേഷ് കുമാറാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ പത്തനാപുരത്ത് ഇനി പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇനി എത്ര പ്രവർത്തിച്ചാലും അവിടെ ഇനി ഒരു റീഎലക്ഷൻ ഒന്നും നടത്താനുള്ള വകുപ്പില്ലല്ലോ. ഇപ്പോൾ 7,000 വോട്ടുകൾ മറച്ചു എന്നൊക്കെ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് നോക്കിയെങ്കിലും ആരും ഇങ്ങനെ അത് മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ എന്തായാലും ഔട്ടായി, ഈ പറഞ്ഞ ഗ്രൗണ്ടിൽ നിന്ന് ഔട്ടായി. അപ്പൊ ഇനി അടുത്ത എവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാന്നുള്ള റിസർച്ചിന് ശേഷം ഇടയ്ക്ക് അമ്മയിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയായിരുന്നു. എന്നാലും അതിലൊന്നും ഒരു ഗുമ്മില്ലാന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. NSSലാണ് ഇപ്പോൾ പിടിപാട്. ഇനി നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ ശരിയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഈ സുകുമാരൻ നായർ ഇരുന്ന കസേരയിൽ ഇരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഗണേഷ് കുമാർ എന്തിനാണ് ഇങ്ങനെ ഇത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്, സിനിമയിലേക്ക് തിരിച്ചു പോക്കൂടെ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷെ അദ്ദേഹം കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് NSSലേക്ക് വരിക, എന്നിട്ട് അവിടെ പെരുന്നയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാകണം, ഇപ്പൊ സുകുമാരൻ നായർ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ NSSനെ നന്നാക്കാൻ നമ്മുടെ ഗണേഷ് കുമാർ വരികയാണ്. നല്ലൊരു തീരുമാനമായിരിക്കും അല്ലേ അത്? NSSനെ നന്നാക്കാനല്ല, തകർക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്കറിയാം. സിനിമയിലോട്ട് പോയാൽ എനിക്കൊന്ന് കൈയിട്ട് വരാൻ പാടാ, ഒന്നും കിട്ടത്തില്ല, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇപ്പൊ KSRTCയില് 40 കോടിയുടെ അഴിമതി ആരോപണം വന്നപ്പോ അത്രയും പൈസയൊക്കെ എടുത്തതിന് അഴിമതി ഉണ്ടാകുന്നതിനേക്കാളും ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നത് നല്ലതെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതൊക്കെ പൈസ ഒന്നും വേണ്ട. അദ്ദേഹത്തിന് ഈ കുടുംബത്തിൽ അത്രയും പൈസ ഉണ്ടെന്നാണ് അദ്ദേഹം തന്നെ ആരോപിക്കുന്നത്. അപ്പൊ പണമൊന്നും വേണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുറത്തൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ടായിരിക്കും പുറത്തു പോകുന്നത്. എന്തായാലും NSSലാണ് ഇപ്പോൾ സാറിന്റെ നോട്ടം എന്ന് പറയുന്നത്. അതായത് NSSൽ സുകുമാരൻ നായർക്ക് പകരം അല്ലെ പെരുന്നയിൽ ഒരു ഉയർന്ന സ്ഥാനം, അതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പെരുന്ന NSS ഇതാണ് നോട്ടം. കണ്ണു തുറന്ന് രാവിലെ ഉറക്കം എണീക്കുമ്പോ NSSനെ എങ്ങനെ നന്നാക്കാം, സുകുമാരൻ നായരെ എങ്ങനെ താഴെ ഇറക്കാം, ഇതൊക്കെ ആലോചിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ NSSന്റെ ബൈലോയ്ക്കകത്ത് LLB ഉണ്ടാകണമെന്നുണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിലിനി കടിപിടി കൂടുമോ, ഈ നിലവിലുള്ള ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യുമെന്നുള്ള പേടിയൊക്കെ ആൾക്കുണ്ടാവും. എന്നാലും ഇനി അടുത്ത ഒരു LLB കോഴ്സൊക്കെ കഴിയാൻ എത്ര സമയം എടുക്കുമെന്നാണ്. അത്രയൊക്കെ ഒരു ക്ഷമയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം 5 വർഷം പ്രവർത്തിച്ച് പത്തനാപുരത്ത് വീണ്ടും MLA ആവാൻ ശ്രമിച്ചേനെ. എന്തായാലും ബാക്കിയുള്ള ഒന്ന് ആലോചിച്ച് നോക്കണം. ഈഗോ, വെറും ഈഗോ. ബോർഡിൽ നിന്ന് എന്നെ പുറത്താക്കി, ബോർഡിൽ നിന്ന് പുറത്താക്കിയ NSSന്റെ മുഴുവൻ എൻ്റെ കൈപ്പിടിയിലാക്കുമെന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി കേരള കോൺഗ്രസ് ബിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവാം. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ഒരു 4-3-7 പേരെങ്കിലും വേണ്ടേ? അത്രയും പോലും ഇല്ല. ഒരു ഓട്ടോയിലും വേണ്ട, 2 ബൈക്കിൽ കയറാനുള്ള ആള് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും ഇത്ര 25 വർഷമൊക്കെ MLA ആയിരുന്ന, സൂപ്പർ സ്റ്റാർ ആയിരുന്ന, നാടിനൊക്കെ വേണ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ എന്തെങ്കിലും ഈ ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കീ ആയിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്ത് അദ്ദേഹത്തെ നിർത്തണം. ഞാൻ പറയുന്നത് ഈ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ച് നിർബന്ധിച്ച് അദ്ദേഹത്തെ അമ്മയുടെ പ്രസിഡന്റായിട്ടൊക്കെ ഇരുത്തണം. അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാകും. അമ്മയോ NSSO മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസിലേക്ക് ഒരു ചായവുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പം കോൺഗ്രസ് ബി ഇപ്പൊ മൊത്തം തകരാറിലായി എന്ന് നമുക്കറിയാം. ഇന്നലെ VD സതീശിനെയൊക്കെ പുകഴ്ത്തുന്നത് കണ്ടു. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയും, ഒരു സംഘടന ഇല്ലാതാക്കില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കമന്റും കണ്ടിരുന്നു, എനിക്ക് തോന്നുന്നു NSSലേക്ക് ഒരു ചായ വലിയ കാണുന്നത്. നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കുക. ഇപ്പൊ കോൺഗ്രസ് ബി എന്തായാലും ഇല്ലാതായി, LDFലോട്ട് ഇനി എന്തായാലും അങ്ങോട്ടൊരു പോക്ക് തിരിച്ചു വരവ് ഉണ്ടാകില്ല, അവിടെ കേറ്റില്ല എന്നൊരു ഭയം ഉണ്ടായിട്ടായിരിക്കും
കോൺഗ്രസിലേക്ക് ഒരു ചാട്ടം. അപ്പൊ അതിന്റെ കൂടെ NSS കൂടെ പിടിച്ചേക്കാം. ആ NSSന്റെ തലപ്പത്ത് ഇരിക്കാൻ. ഇതിന് പ്രശ്നം എന്താണെന്നറിയോ, ഈ കോൺഗ്രസിന്റെ എല്ലാ പാർട്ടി, ഒരു ചെറിയ പാർട്ടി ഓഫീസ് ആണെങ്കിൽ പോലും, ചെറിയൊരു DCC ഓഫീസ് ആയിക്കോട്ടെ, ഏതൊരു ഓഫീസ് കയറി ചെന്നാലും അവിടെ നല്ല നല്ല ചില്ലിട്ട് വെച്ചേക്കുന്ന, നല്ല ചിരിച്ചുകൊണ്ട് ആർക്ക് കണ്ടാലും പോസിറ്റീവ് വൈബ് തോന്നുന്ന ഒരു ഫോട്ടോ എല്ലാ ഓഫീസിലും ഉണ്ടാവും. അത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോയാണ്. ആ ഫോട്ടോ കണ്ടിട്ട് KB ഗണേഷ് കുമാറിന്റെ മുഖത്തേക്ക് നോക്കാൻ കോൺഗ്രസ്സുകാരായ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും സാധിക്കില്ല. അപ്പോൾ ഇനി കോൺഗ്രസിൽ വരണമെന്നെങ്ങാനും പറഞ്ഞു വരുവാണെങ്കിൽ ഇവിടുന്ന് ചൂലെടുത്തടിക്കും ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് അതിനേക്കാളും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. പത്തനാപുരത്ത് അദ്ദേഹം തോറ്റിട്ടുണ്ടെങ്കിൽ അതിൽ ഉമ്മൻചാണ്ടി മത്സരിച്ച മണ്ഡലമാണ് പത്തനാപുരം. അപ്പോൾ കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ ഈ ധാർഷ്ട്യമൊക്കെ കാണിച്ച് വലിയ ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ചിങ്ങനെ നടന്നിട്ട് ഇനി വീണ്ടും തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കും. അയാൾ ഒരു പ്രജാപതിയൊക്കെ അല്ലേ. നമ്മൾ ഈ സാധാരണ മനുഷ്യൻ, നമ്മളൊക്കെ ഇപ്പോൾ ഡെമോക്രസിയുടെ കാലത്ത് ജീവിച്ചെങ്കിലും അദ്ദേഹമൊക്കെ വിശ്വസിക്കുന്നത് ഇപ്പോഴും പഴയ ഏകാധിപത്യത്തിലാണ്. അത് NSSന്റെ ഏകാധിപത്യയുടെ കാര്യത്തിലല്ല, ഇത് ഏകാധിപത്യം വേറെ, അദ്ദേഹത്തിന്റെ ടൈപ്പ് ഓഫ് ഏകാധിപത്യത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും കാണത്തില്ലായിരിക്കും. പദവിക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ചാട്ടം ചാടാനും മടി കാണത്തില്ല. അതും അതെ, അതിന് കുറച്ചുകൂടെ തെളിവുകൾ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ NSS പോലുള്ള സംഘടനകൾ ഇപ്പോ മുന്നണി ഇപ്പോ മുസ്ലിം ലീഗ് UDFനൊപ്പം നിൽക്കുമ്പോൾ ഭരണപക്ഷത്താണെങ്കിൽ അവർ നല്ലതായിട്ടിരിക്കും, അല്ലെങ്കിൽ ഭരണപക്ഷത്തല്ലെങ്കിൽ നല്ലതായിട്ടിരിക്കില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സീറ്റും കിട്ടിയില്ല, വിലയില്ലാതിരിക്കുകയാണ്, പ്രതിപക്ഷത്തായതുകൊണ്ട് ഒട്ടും വിലയില്ല. പക്ഷെ സാമുദായിക സംഘടനകളുടെ പ്രത്യേകത അതല്ല. അവർക്ക് ഭരണപക്ഷം എപ്പോഴും അവരെ മാനിക്കും, പ്രതിപക്ഷവുമായിരിക്കും. കാരണം മുന്നോട്ടുള്ള കാലത്ത് അവരുടെ സപ്പോർട്ട് നമുക്ക് വേണമായിരിക്കും. അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും, വീണ്ടും ഇവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കും. അതുപോലെ NSSന്റെ ഒക്കെ ഒരു NSS സപ്പോർട്ട് ചെയ്ത പൊതുവെ എല്ലായിടത്തും ജയിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പത്തനാപുരത്ത് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും ആര് ജയിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന്റെ പുറത്തായിരിക്കും അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ SNDP ആണെങ്കിലും NSS ആണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും ഈ പറഞ്ഞ നേതാക്കന്മാർ പറയുന്നവരെയാണോ ജയിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവും. എന്തായാലും ഈ ഗണേഷ് കുമാറിന്റെ കാര്യം വലിയ കഷ്ടമായി. 25 വർഷമൊക്കെ ഇരുന്ന കസേര എന്നൊക്കെ മാറുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തോന്നുന്ന ബുദ്ധിമുട്ടുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ 30 വർഷമൊക്കെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് റിസൈൻ ചെയ്തിറങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലേ, നാളെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇരിക്കുന്ന ആൾക്കാരേക്ക് കുറ്റം പറയുക, വീട്ടിൽ ഇരുന്ന മക്കളോ കൊച്ചുമക്കളോ ഉണ്ടെങ്കിൽ ചൊറിയുക, ഇതൊക്കെയാണ് സാധാരണ ചെയ്തു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വീട്ടിലിരുന്ന് ചൊറിയാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി ഭരിക്കുന്നവരെ ചൊറിയുക, അല്ലെങ്കിൽ നാട്ടുകാരെ ചൊറിയുക, സ്വന്തം പാർട്ടിക്കാരെ ചൊറിയുക, എന്നിട്ട് അവിടുന്ന് അടിമേടിച്ച് പുറത്തു പോവുക. അപ്പോൾ ഇനി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുക, പുതിയ സംഘടനകൾ സെറ്റ് ചെയ്ത് അവിടുത്തെ അജണ്ടയുമായി സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, അതൊക്കെയായിരിക്കും ചെയ്യുന്നത്. അദ്ദേഹത്തെ വെറുതെ വിടണം, കഷ്ടം, പാവം കിട്ടും നമ്മളിനി അദ്ദേഹത്തെ ഇനി വിമർശിക്കാൻ നിൽക്കുകയാണെങ്കിൽ. എന്താണെങ്കിലും ഇങ്ങനെ നൈസായിട്ട് ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകണുണ്ട് എന്നെങ്കിലും അദ്ദേഹം അറിയേണ്ടിയിരിക്കുന്നു.